സ്പോട്ട് ലൈവ് തുടരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം തൂമിനാട് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബന്ധുവും മരിച്ചു. മഞ്ചേശ്വരം സ്വദേശി ഷെയ്ഖ് അബ്ബയാണ് മരിച്ചത്. പ്രതിയും ഭാര്യയും തമ്മിലുള്ള വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് അരുംകൊലകൾക്ക് പിന്നിൽ. 4:15 സമയത്ത് അപ്പോൾ ഇവർക്കൊരു ഈ ജാഗയുമായിട്ട് ഒരു തകരാറ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്കസിന് വേണ്ടിയിട്ട് ബംഗരമഞ്ചേശ്വരിൽ നിന്ന് ആൾ വന്നിരുന്നു ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് അത് അപ്പം ഞാൻ നമസ്കാരത്തിൻ്റെ സമയം അസർ വാങ്ങാൻ്റെ ശേഷം ഓരെല്ലാവരും പള്ളിക്ക് പോയി. ആ സമയത്ത് ആ പള്ളിക്ക് പോയ സമയത്താണ് ഈ പെൺകുട്ടി കോളേജിൽ നിന്ന് വന്നിട്ട് ഇവിടെ വീട്ടിലേക്ക് എത്തിയത്. പിന്നെ രണ്ടാമത് അപ്പോൾ ഇയാൾ പള്ളിക്ക് പോകാൻ ഇറങ്ങുന്ന സമയമാണ് ഈ ശകുഞ്ചാവുന്ന ആള് ഇന്ന് മരിച്ച ആള്. അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്നാണ് വന്നത്. പുറത്തുനിന്ന് ആരും കത്തിയാരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെയാണ് വന്ന് നോക്കിയത്. അല്ല അപ്പോൾ ഈ സമയത്ത് ഈ പെൺകുട്ടി വന്നിട്ട് ഒരു പിണക്കുണ്ടാകുമ്പോഴേക്ക് ഇങ്ങനെ തടുക്കാൻ നോക്കിയപ്പോൾ അയാൾ ഊന്തിയതാണ് ഇന്ന് മരിച്ച മനുഷ്യന്. ഊന്തിയപ്പോൾ ഇയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അവളപ്പോൾ ഹൾക്കിലേക്ക് പോയിട്ട് കത്തി കുത്തി പതിക്ക് തിരിച്ചതിനെ വലിച്ചെടുത്തിട്ട് പിന്നെ ഇയാൾക്ക് തന്നെ പോകുമ്പോൾ ഇയാൾ തെറ്റി പിന്നെ അവൾക്ക് തന്നെ 2 കുത്ത് കുത്തി. പിന്നെ ഇയാൾക്ക് ചെറിയൊരു പള്ളക്കൊരു ഇഞ്ചുറി ആയിട്ടുണ്ട് ഇന്ന് മരിച്ച ആൾക്ക്. അപ്പം നമുക്ക് കണ്ടത് എത്രയാണ്. പിന്നെ ആംബുലൻസ് കാര്യം ഹോസ്പിറ്റൽ പോലീസ് ഇങ്ങനെ പോയി. നമുക്ക് കണ്ടത് എത്ര കാര്യമാണ്. അപ്പോഴത്തെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെ രാത്രിയാണ് ഏറെ സങ്കടകരമായി വാർത്ത കേട്ടത്. ലഹരിക്കടിമയായ പിതാവ് 18 വയസ്സുള്ള +2 വിദ്യാർത്ഥിനിയായ മകളെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ മറ്റൊരു വാർത്ത കൂടി, അതായത് ഇന്നലത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇവരുടെ ബന്ധുവും മരിച്ചുവെന്ന വിവരം. ഈ ലഹരിയാണ് ഇവിടെ പ്രധാനമായും വില്ലനായത്, അതോടൊപ്പം കുടുംബ പ്രശ്നങ്ങളും. എന്താണ് ഈ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവർ പറയുന്ന പോലെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കുടുംബത്തിൽ നിലനിന്നിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോമേ, ഇതിൽ ലഹരി തന്നെയാണ് പ്രധാന വില്ലൻ. ഇയാൾ ലഹരിക്കടിമയാണ്. സ്ഥിരമായി ഈ മകളെയും അതുപോലെ തന്നെ ഭാര്യയെയും ഭാര്യയുടെ പിതാവിനെയും ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇവർ വലിയ തോതിൽ മാനസിക ബുദ്ധിമുട്ട് ഇവരുടെ ഭാര്യയും മകളും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വിവാഹബന്ധം സംബന്ധിച്ച ഈ ഒരു മധ്യസ്ഥ ചർച്ച, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിനിടയിലാണ് അരുംകൊല നടത്തിയത്. ടോമേ, ഈ പ്രധാനമായും ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ഒരു ദൃശ്യം ഇന്നലെ വൈകിട്ട് 18-കാരിയായ മറിയം ജുമൈല എന്ന് പറയുന്ന ആ പെൺകുട്ടി കമിഴ്ന്നു കിടക്കുന്ന ചോരയിൽ കമിഴ്ന്നു കിടക്കുന്ന ആ ഒരു ദൃശ്യം അത് വലിയ സങ്കടപ്പെടുത്തുന്നതാണ്, നൊമ്പരപ്പെടുത്തുന്നതാണ്. ഒരു പിതാവാണ് ഇത്തരത്തിൽ ചെയ്തത്. ഏക മകളാണ്, ആ മകളെയാണ് ഇല്ലാതാക്കിയത്. ആ ഒരു ദൃശ്യം വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യമാണ്. ഒരു പക്ഷെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ ആ ദൃശ്യം നമുക്ക് പൂർണ്ണമായും കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. സങ്കടകരമായ ദൃശ്യമാണ്. ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ കഴുത്തിൽ ആഴത്തിൽ കത്തി കുത്തിയിറക്കിയതാണ്. അങ്ങനെയാണ് ഈ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ്, കത്തി ഉപയോഗിച്ച് കഴുത്തിൽ ആഴത്തിൽ കുത്തുകയായിരുന്നു. ഒരു പിതാവ് ചെയ്ത ഒരു ക്രൂരത. അതോടൊപ്പം ഇത് തടയാൻ ശ്രമിച്ച ഇവരുടെ ബന്ധുവിനെയും ഇയാൾ പലതവണ കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാൾ കൃത്യമായി ഭാര്യ പിതാവിനെയും ഈ കുട്ടിയെയും ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നതെന്നാണ് FIR-ലും പറയുന്നത്. എന്തായാലും അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകമാണ് മഞ്ചേശ്വരം തുമിനാട് ഹിൽ ടോപ്പ് നഗറിൽ സാക്ഷ്യം വെച്ചത്. അത് കേരള കർണാടക അതിർത്തി പ്രദേശം കൂടിയാണ്. ഇവിടെ ഇയാൾ വലിയ തോതിൽ ലഹരി ഉപയോഗിക്കുകയും ഇങ്ങനെ പതിവായി ഇവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് കുടുംബമെല്ലാം ചേർന്ന് ഈ തൊട്ട് സമീപത്ത് തന്നെയുള്ള ഇവരുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഇരുന്ന് ഇത് സംബന്ധിച്ച ഒരു കൂടിയാലോചന നടക്കുന്ന സമയത്താണ് ഇയാൾ അവിടെ കയറി വരുന്നതും ഈ അരുംകൊല നടത്തുന്നതും. എന്തായാലും ഇയാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ FIR-ൽ പറയുന്നത് പ്രകാരം ഇയാൾക്ക് ഈ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കണം എന്നൊരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അത് തടയാൻ ശ്രമിച്ച ഈ പിതാവിനും ഇയാളുടെ ഭാര്യ പിതാവിനും
കുത്തേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അയാൾക്ക് കാലിലാണ് കുത്തേറ്റത്. അങ്ങനെ വലിയ തോതിൽ ഒരു അക്രമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പ്രതി വന്നത്. ഏതായാലും പ്രതിയെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇന്നലെ തന്നെ ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഉമർ ഫറൂഖ് എന്ന് പറയുന്ന ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അതിനുശേഷമാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഒരു കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ് ആണ് ഈ മരണകാരണം എന്ന് സംബന്ധിച്ച്. ഇവിടെ ഈ കുടുംബ പ്രശ്നത്തിന് കാരണം ഭാര്യയുമായി വേർപിരിയാനുള്ള കാരണവും ഈ ലഹരി തന്നെ, ഈ പ്രതിയുടെ അമിതമായ ലഹരി ഉപയോഗവും അതേ തുടർന്നുള്ള വീട്ടിലുള്ള പ്രശ്നങ്ങളുമായിരുന്നോ ബൈജു? അതെ ടോമേ, അത് നാട്ടുകാരായാലും പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇയാൾ പതിവായി ലഹരിക്കടിമയായി ഇവരെ ഉപദ്രവിക്കും. അതായത് ഈ 18 വയസ്സ് പ്രായമുള്ള +2 പഠിക്കുന്ന ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കും, ഇയാളുടെ ഭാര്യയെ ഉപദ്രവിക്കും, അതോടൊപ്പം ഭാര്യ പിതാവിനെയും വല്ലാത്ത രീതിയിൽ നിരന്തരം എല്ലാ ദിവസവും ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ബന്ധുക്കളെല്ലാം തന്നെ സമീപ പ്രദേശം ഇവരുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ, അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്, അവിടെ ഒത്തുചേർന്ന് ഒരു ചർച്ച, ഇവരൊരു കൂടിയാലോചന നടക്കുന്ന സമയത്താണ് ഇയാൾ കയറി വന്നത്. ഈ ഇതിലുള്ള ഒരു വിരോധം ആണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമെന്ന് തന്നെയാണ് FIR-ലും പറയുന്നത്. അത് ഇന്നലെ തന്നെ നാട്ടുകാരും ആ ഒരു കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാൾ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരാളാണ്, വലിയ തോതിൽ ലഹരിക്കടിമയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ നമ്മൾ അത് പല റിപ്പോർട്ടുകൾ ചെയ്തതാണ്. ഈ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ലഹരിയുടെ വലിയൊരു ഒഴുക്ക് എന്ന് തന്നെ പറയാം. പല കുടുംബങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ്. അത് മയക്കുമരുന്നാണ്. അതോടൊപ്പം മദ്യവും വലിയ തോതിൽ ഉണ്ടാകുന്ന ഒരു അനധികൃത മദ്യം ഉണ്ടാകുന്ന ഇത്തരത്തിൽ കേന്ദ്രങ്ങൾ തന്നെ പല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നേരത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മംഗളൂരുവിൽ നിന്നും ഇതേ സ്ഥലത്ത്, ഇതിന് തൊട്ട് അടുത്താണ്, ഈ കുഞ്ചത്തൂറിന് തൊട്ടടുത്താണ്, ഇങ്ങനെ വാടക വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊലപാതകം നടത്തി കിണറ്റിൽ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് നമ്മൾ അധികകാലമായില്ല റിപ്പോർട്ട് ചെയ്തിട്ട്, ഒരു 1-2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതൊക്കെ ഈ മഞ്ചേശ്വരം പ്രദേശങ്ങളിലാണ്. ഇവിടെ ലഹരി എന്ന് പറയുന്നത് വലിയ തോതിൽ ഒരു ഒഴുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. പോലീസിന് വളരെയേറെ പരിമിതിയുള്ള സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇത് കേരള-കർണാടക അതിർത്തി പ്രദേശമാണ്. ഇത്തരം സംഭവങ്ങൾ നടത്തി കർണാടകയിലേക്ക് രക്ഷപ്പെടുന്ന സാഹചര്യമാണ്. പല വീടുകളും കർണാടകയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലാണ് വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇൽടോപ്പ് നഗരം എന്ന് പറയുന്നത് തൊട്ട് കാലെടുത്ത് പുറത്തു വെച്ചാൽ അപ്പുറം കർണാടകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇത്. ഏതായാലും ഇവർ വാടക ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. നിരന്തരം ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ആ ബന്ധം ഉപേക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കുടുംബം ആരംഭിച്ചത്. ബന്ധുക്കളൊക്കെ ചേർന്ന് ആലോചിച്ചത്. ആ ആലോചനയിലാണ് ഇയാൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ക്രൂര കൃത്യം ചെയ്തത്. ഏക മകളാണ്, ആ മകളെയാണ് ഇല്ലാതാക്കിയത്. അതോടൊപ്പം ഈ ലഹരി ഉപയോഗിച്ച് ഈ പ്രതി സ്ഥിരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നോ? ഇയാളൊരു ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ? ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ പ്രതി? ടോമെ, അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇയാൾക്ക് മറ്റേതെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസുകളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇയാൾ പതിവായി ലഹരിക്ക് ഉപയോഗിക്കുന്ന ആളാണ്. മാത്രമല്ല, ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുടുംബത്തെ, സ്വന്തം മകളെ ഉൾപ്പെടെ വലിയ തോതിൽ ഉപദ്രവിക്കുന്നു എന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. FIR-ൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ. അത് ഇന്നലെ തന്നെ നമ്മൾ ആ വിവരം പുറത്തുവിട്ടതാണ്. ഇന്നത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെ നാട്ടുകാരും ആ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഇത് തടയാൻ ശ്രമിച്ച ആളെ പോലും ഇയാൾ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെയാണ് ഇയാളുടെ ബന്ധു ഇന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 3 പേർക്കാണ് ഇത്തരത്തിൽ കുത്തേറ്റത്. അത് ഈ ഭാര്യയുടെ പിതാവിനും കുത്തേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാളുടെ കാലിലാണ് കുത്തേറ്റത്. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ. ഈ പെൺകുട്ടിയെ ഇയാൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഈ കുത്തിയതെന്ന് ആണ് പോലീസ് പറയുന്നത്. അത് കഴുത്തിലാണ്. ഇത്തരത്തിൽ കത്തിയെടുത്ത് കഴുത്തിൽ ആഴത്തിൽ കുത്തുകയാണ്. ഈ കുഞ്ഞ് അവിടെ കമിഴ്ന്ന് വീഴുകയായിരുന്നു. അത് ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൃശ്യം പൂർണ്ണമായും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ വല്ലാതെ നൊമ്പരപ്പെടുന്ന ഒരു ദൃശ്യമാണത്. അത് ചോര തളം കെട്ടി നിൽക്കുകയാണ്. കുട്ടിയെ അപ്പോൾ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഏതായാലും ഇയാളെ കയ്യോടെ ആ സ്ഥലത്ത് നിന്ന് പിടികൂടുന്ന ദൃശ്യം ഉൾപ്പെടെ ആണ് നമുക്ക് ലഭിച്ച ആ ദൃശ്യത്തിൽ കാണാം. ഇയാളെ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം അവിടെ ഒരു വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ലഹരിക്കടിമയായ പിതാവാണ് മകളെ കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ ബന്ധുവിൻ്റെ മരണവും രാവിലെ സംഭവിച്ചു എന്നത്
ഏറെ വേദനയോടെയാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും കേട്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.